നിയമപരമായി അവൾ ഈ വീട്ടിൽ വന്നെങ്കിൽ നിയമപരമായി അവളെ പറഞ്ഞുവിടാനും എനിക്ക് കഴിയും. അന്തേ മോളെ ഈ മതിലിനുള്ളിൽ ഞാൻ കടത്തത്തില്ല. അതെ, സാറിന്റെ മനസ്സൊന്ന് ശാന്തമായിട്ട് കാണാമെന്ന് കരുതിയതാ ഞാൻ. പക്ഷേ അത് ചില നീക്കങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇനിയും സാറ് പെട്ടുപോകാതിരിക്കല്ല ഞാൻ വന്നത്. എന്ത് നീക്കം? അല്ല, ഈ പ്രവീണും അച്ഛവും പ്രണയത്തിലായിരുന്നെന്നും അച്ഛനെ കബളിപ്പിച്ച് കല്യാണം നടത്താൻ പീതാംബരനെ കണ്ട ശേഷം വേഷം കെട്ടിച്ചെന്നാ കേൾക്കുന്നേ. അല്ലാതെ ആര് വിശ്വസിക്കാനാ? എന്റെ സാറേ, പീതാംബരൻ സാറും ആടും ആനയും പോലെയല്ലേ? സാറിന് അവൻ കുപ്പിയിലാക്കി നിറഞ്ഞ ആരാ സാറ് വിശ്വസിക്കുന്നത്? സാർ ഒരു ജഡ്ജിയായിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളാണെന്ന് കേൾക്കുന്നവരൊക്കെ പറയും. ഞാൻ കരുതുന്നതും അത് തന്നെ. ഇതിന്റെ സൂത്രധാരൻ പ്രവീൺ തന്നെ. എങ്കിൽ അവൾ ഇറങ്ങിപ്പോയപ്പോ അവൻ കണ്ടു നിൽക്കൂ. എന്തിനും എന്നെ തണുപ്പിക്കാനെങ്കിലും ശ്രമിക്കില്ലേ? അവളോട് ക്ഷമിക്കാൻ ദിവ്യപ്രഭ തന്നെ എന്നോട് എത്ര വട്ടം പറഞ്ഞു. ഒരക്ഷരം വേണ്ടിയില്ലല്ലോ. അത് ഏറ്റില്ല. അടുത്ത നമ്പർ ഇറക്കാം. കാനഡയിൽ പോകാൻ സ്വപ്നം കണ്ടു കിടന്ന ചെക്കനാ. ഇതൊക്കെ പീതാംബരം പറഞ്ഞതല്ലേ. ഇപ്പോ അയാളുടെ കൂടെ ആരൊക്കെ കൂടിയിട്ടുണ്ട്. ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കാനുള്ള നീക്കവും തുടങ്ങിയിട്ടുണ്ട്. ഇതെന്താ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാൻ നടത്തുന്ന തൊഴിലാളി സമരമാണ്. എന്നെ വരട്ടിക്കളയാവുന്ന പീതാംബരം കരുതണ്ട. ഞാനും ഈ വിവരം അറിഞ്ഞു. അച്ചു തന്നെയാ മെസ്സേജ് അയച്ചത്. കാണാം കൈലാസം വീടിന്റെ ഗേറ്റിനുള്ളിൽ നിന്ന് അതില്. അവളവിടെ നിക്കേ ഉള്ളൂ. നിക്കല്ലേ സാറേ, കിടക്കാനേ പരിപാടി. കുടില കെട്ടി സമരം. പ്രേമിച്ച് വിവാഹം കഴിച്ചിട്ട് സ്ത്രീധനമില്ലാത്തതിന്റെ പേരിൽ ഇറക്കിവിട്ട ജഡ്ജിയും മോനും. നീതി പാലിക്കുക എന്ന ബോർഡ് കാണും. സാറിന്റെ പേരും അവളുടെ സമരമൊക്കെ ചൂടോടെ ചാനലുകാർ ഏറ്റെടുക്കും. പിന്നെ ചാനലിൽ അത് ചർച്ചയായി. ഫെമിനിസ്റ്റുകൾ സാറിന്റെ കാറിന് മുമ്പിൽ കരിങ്കൊടി കാണിക്കലുമായി. ഓർക്കാൻ പോലും വയ്യ. അവൾ താരമായിട്ട് മാറൂല്ലേ? സംഗതി പുലിവാലാവുമോ സേന? ആ കല്യാണം നടത്തിയപ്പോ തന്നെ സാറ് പുലിയുടെ വാലി കയറി പിടിച്ചില്ലേ? പിടിവിട്ട സാറിനെ പുലി തിന്നും. പുലി കറങ്ങുമ്പോ പിടിവിടാതെ ആ വാലിൽ കറങ്ങാനല്ലേ സാറിന് കഴിയൂ? മോളെ, പോയി ഒരു ചായ എടുത്തോണ്ട് വാ. ചെല്ല്. അല്ല മോളെ, ഞാൻ കൂടെ വരാം. ഇനി എന്തിനാ ഈ നാട്ടിൽ കിടക്കുന്നത്? തിരിച്ചു പോയാൽ വല്ല പറ്റുന്ന പണിക്കും പോകാം. ഇനി ഈ നാട്ടിൽ പണി ചോദിക്കാൻ പറ്റൂ? കാനഡക്കാരന്റെ പത്രാസ് അച്ഛന്റെ മനസ്സിൽ നിന്ന് ഇതുവരെ പോയില്ലല്ലേ? ഇപ്പോഴും അതും വിചാരിച്ച നടപ്പ്. ഒന്നാമത് കഷ്ടമല്ല, എന്റെ ഇടയിൽ ഇനി പട്ടിയൂടെ കടിക്കാൻ വരിക. ഇവിടെ അറിയുന്നവർ എന്നെ പറ്റി അങ്ങനെയല്ലേ മോളെ കരുതുന്നത്? നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല. കുറച്ചാലം വല്ല ബന്ധു വീട്ടിൽ പോയി നിന്നെന്ന് പറഞ്ഞാൽ മതി, നാട്ടുകാരങ്ങ് വിശ്വസിച്ചോളും. പൊട്ടന്മാരല്ലേ. പോകുന്നതൊക്കെ കുറച്ചു കഴിഞ്ഞു മതി. എടി മോളെ, എന്തെങ്കിലും പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നീ അതും കളഞ്ഞേക്ക്. എന്തായാലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനൊന്നും സേനങ്ങൾ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല. ആ ചെറുക്ക് എനിക്ക് വല്ല കൊട്ടേഷൻ കൊടുക്കുമെന്നാ എന്റെ പേടി.
അച്ഛനെ തൊടാൻ ആ വീട്ടിലുള്ള ആരും ഒന്ന് വിറയ്ക്കും. അതൊക്കെ നിന്റെ തോന്നല. കിട്ടിയ ഇരിപ്പതാ, പിന്നെ അനുഭവിക്കുക തന്നെ വേണം. ചേനൻ സാറിന്റെ വണ്ടിയല്ലേ അത്? ആ അതെ. ആ പീതാംബര, നമസ്കാരം സാർ. അല്ല അച്ഛനും എവിടെ പോയതാ? മാർക്കറ്റ് വരെ പോയതാ മുതലാളി. ഇവിടുന്ന് പോകുന്നതിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുക ഞങ്ങള്. നിങ്ങളെവിടെ പോനാ? ഇനി എന്തിനാ ഇവിടെ കഴിച്ചു കൂട്ടുന്നത്? ഞങ്ങൾക്ക് വേണ്ടി മുതലാളി കാശ് കളയുന്നു എന്ന് മാത്രം. ജഡ്ജിയെ കണ്ടൊരു വെടി പൊട്ടിച്ചിട്ടാ ഞാൻ വരുന്നത്. അച്ചു കൈലാസം വീട്ടിന്റെ മുന്നിൽ നിരാഹാരം കിടക്കാൻ പോകുന്ന ഞാനൊരു കാച്ചം കാച്ചി. ജഡ്ജി ഒന്ന് വരണ്ടു പോയിട്ടുണ്ട്. അച്ചുവിനെ പഠിക്കാൻ പടം കയറുമെന്ന് അങ്ങേർക്ക് മനസ്സിലായിട്ടുണ്ട്. നിന്നെ തിരിച്ചു വിളിക്കാനുള്ള ശ്രമം ഉടനുണ്ടാവും. ഞാൻ ഒരു സമരത്തിനുമില്ല. സമരം നടത്തി ആ വീട്ടിൽ കയറി പറ്റിയിട്ട് എന്തെടുക്കാനാ? കയറിക്കൂടേണ്ടത് വീട്ടുകാരുടെ മനസ്സിലാ. അത് നടക്കുന്ന കാര്യമാണെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ? അവിടെ കയറി പറ്റാൻ നിനക്ക് അതിന് കഴിയും. ജഡ്ജിക്ക് ഇപ്പൊ തോന്നുന്നു ദേഷ്യമൊക്കെ മാറാതെ ഇവിടെ പോനാ. അങ്കിള് കരുതുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്. അവരെ ഭീഷണിപ്പെടുത്തി ഞാൻ അവിടെ കയറി പറ്റിയാൽ തന്നെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരില്ലേ? എന്തായാലും അതിന് ഞാനില്ല. പ്രവീണേട്ടന്റെ മനസ്സറിയാൻ വേണ്ടി കാത്തിരിക്കുക ഞാൻ. ഇപ്പോഴത്തെ ഈ ഷോക്കൊക്കെ മാറി എന്നെ കൂടെ കൂട്ടാൻ പ്രവീണേട്ടൻ തയ്യാറാവോന്ന് ഞാനൊന്ന് നോക്കട്ടെ. സേനങ്ങളെ എന്നാലും വലിയ വീട്ടിലേക്ക് ഞാൻ പോവില്ല. പ്രവീണിന്റെ ഒരു വാടക വീടെടുത്ത് വിളിച്ചാ ഞാൻ പോവും. ഇതല്ലാതെ എന്റെ മനസ്സിൽ മറ്റൊന്നുമില്ലെങ്കിൽ എനിക്ക് ആ വീട്ടിൽ കയറി പറ്റാൻ അങ്കിൾ ഒന്നും ചെയ്യരുത്. ഇത്രയും കാലം ഞാൻ അവരെ കബളിപ്പിച്ചു. ഇനിയുള്ളത് എന്റെ ജീവിതം. ഇവളെ തിരുത്താൻ നമ്മൾ ആര് വിചാരിച്ചാലും നടക്കില്ല മുതലാളി. ജഡ്ജി സാറിന് മുതലാളിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. എനിക്കതേ പറയാനുള്ളൂ. നീലിമ ചേച്ചി വന്നല്ലോ. വരുമെന്ന് സംശയം ഉണ്ടായിരുന്നു എനിക്ക്. എന്താ അനു?